വിശപ്പിന്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ പരിപാടിയാണ്. ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നതൊരു ഷാലോ ഫ്രൈ ചെയ്ത് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കന്റെ പരിപാടികളെല്ലാം ഒരു സൈഡിലൂടെ സെറ്റാക്കുവാണ്. എണ്ണ ഒഴിച്ചു, കറിവേപ്പില വല്ലാതെ വാരിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില അങ്ങനെ കഴിക്കാറില്ലെങ്കിൽ എനിക്കിങ്ങനെ കറിവേപ്പില കുറേ വാരി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചിക്കൻ കറിയുടെ പരിപാടി ഒരു സൈഡിൽ ഇങ്ങനെ ആവുന്നുണ്ട്. ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു, മറു സൈഡിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മോരുകറി വെച്ചു, പിന്നെ സാലഡും വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് എടുത്തു. ഫുഡ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കണം. എനിക്കിങ്ങനെ മെനക്കെട്ട് വീഡിയോ എടുക്കുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അങ്ങ് പാത്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും അങ്ങോട്ട് ക്ഷമ കിട്ടത്തിലേക്ക് എങ്ങനെയെങ്കിലും അങ്ങ് കഴിച്ചാൽ മതി എന്നങ്ങ് തോന്നി പോകും കേട്ടോ. ഇന്നത്തെ എല്ലാ കറിയും എൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ. സലാഡ് ശ്രീകുട്ടിയുടെ വകയായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറിയും മോരുകറിയും പ്രത്യേകിച്ച് മാങ്ങാച്ചാറ് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കും ഒരു വല്ലാത്ത സന്തോഷം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ഫ്രൈഡ് എനിക്ക് ചിക്കൻ കാല് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഒരു മാംസത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എന്തോ ആ ഒരു മാംസത്തിന് വേറെന്തോ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ബാക്കി പീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും പോയി ഫുഡൊക്കെ കഴിക്കട്ടെ ഇനി.